ഹലോ ഗായ്സ്, ഞാൻ വന്നിട്ടോ. ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഗൈസ് അങ്ങനെ കുറെ നാളത്തെ കാത്തുപാടിന് ശേഷം സാംസങ് അവരുടെ പുതിയ ഫോൺ റിലീസ് ചെയ്യാൻ പോണേ. വേറൊന്നുമല്ല, സാംസങ് ഗാലക്സി S27 അൾട്ര. ഓക്കെ ഗൈസ്, ഈ ഫോണാണ് റിലീസ് ചെയ്യാൻ പോണത്. ഈ ഫോൺ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 2027 റിലീസ് ചെയ്യണത്. ഏത് ദിവസവും റിലീസ് ചെയ്യണേന്ന് അവർ കറക്റ്റ് ഒരു പുറത്ത് വിട്ടിട്ടില്ല. പക്ഷെ ഫെബ്രുവരി തന്നെ ഫോൺ റിലീസ് ചെയ്യും 2027. അപ്പോൾ ഈ ഫോണിൻ്റെ കുറച്ച് ബെസ്റ്റ് ഫീച്ചേഴ്സും കുറച്ച് റിവ്യൂവും കുറച്ച് കിടിലൻ പുതിയ അപ്ഗ്രേഡ്സും ഇതെല്ലാം ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത്. സോറി, ഞാനല്ല, സാംസങ്ങിന്റെ ഒഫീഷ്യൽ പ്രൊമോട്ടറിനെ വിളിച്ചിട്ടാ മക്കളെ. അപ്പൊ ഞാൻ വേഗം പോയിട്ട് അദ്ദേഹത്തെ വിളിച്ചോണ്ടിരാ. ഭയങ്കര ബിസി മാനാണ്. അപ്പൊ വേഗം പോയിട്ട് വിളിച്ചോണ്ടിരാ. കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ഞാൻ സാംസങ് ഒഫീഷ്യൽ പ്രൊമോട്ടറാണ്. ഞങ്ങളുടെ പുതിയൊരു ഫോൺ ഞങ്ങൾ ലോഞ്ച് ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ബെസ്റ്റ് ഫീച്ചേഴ്സും റിവ്യൂ ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത്. അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്നെ ഓർക്കണുണ്ടാ? ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സാംസങ് ഗാലക്സി S26 ഫീച്ചേഴ്സും റിവ്യൂവും പറയാനായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ഈ തിരുമുഖം ഓർക്കണുണ്ട് നിങ്ങൾ. അപ്പൊ ഞങ്ങളുടെ പുതിയ ലോഞ്ചിങ് ഫോണായ സാംസങ് ഗാലക്സി S27 അൾട്രയുടെ ബെസ്റ്റ് ഫീച്ചേഴ്സ് ആൻഡ് റിവ്യൂ ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒട്ടും സമയം കളണ്ട് നേരെ നമുക്ക് നമ്മുടെ വീഡിയോ. കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ഗൈസ്, സാംസങ് ഗാലക്സി S27 അൾട്ര എന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ ഞങ്ങൾ ഇറക്കുമ്പോൾ ചെയ്തേക്കണ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഗൈസ്, 6.9 ഇഞ്ചിൻ്റെ ഡൈനാമിക് LTPO AMOLED 2x ഡിസ്പ്ലേ. ഓക്കെ, അതാണ് ഗൈസ് ഈ ഫോണിൽ തന്നെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞത്. ചെറിയ ഡിസ്പ്ലേ എന്നല്ല ഞങ്ങൾ കൊടുത്തേക്കണത്, വലിയ ഡിസ്പ്ലേ. ഞങ്ങൾ വലുതായിട്ട് കളിക്കുള്ളൂ, അറിയാലോ, വലുതായിട്ട് ഞങ്ങൾ കളിക്കാറുള്ളൂ. 6.9 ഇഞ്ച് വലിയ ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കണത്. വലുതായിട്ട് ഇങ്ങനെ സ്ക്രീനിൽ വലുതായിട്ട് കാണണമെന്നുള്ള ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ ഈ ഫോൺ എടുക്കേണ്ടതാണ്. ഓക്കെ, 6.9 ഇഞ്ചിൻ്റെ ഡൈനാമിക് LTPO AMOLED ഡിസ്പ്ലേ ആണ്. 2x ഡിസ്പ്ലേ, സോറി. നല്ല ക്ലാരിറ്റി തന്നെ, ക്ലാരിറ്റി വിഷനിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ആയാലും കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഗൈസ് അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഫോണിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. എല്ലാ ഫോണുകളിലും ഇപ്പം 120 Hz ഒക്കെയാണ് മിക്ക ഫോണിൽ റിഫ്രഷ് റേറ്റ് വേണ്ടത്. പക്ഷേ ഞങ്ങൾ പിടിക്കുമ്പോൾ കൊമ്പത്തി കയറി പിടിക്കാറുള്ളതെന്ന് അറിയാല്ല, ഞങ്ങൾ അതുകൊണ്ട് കുറച്ച് കൂട്ടി റിഫ്രഷ് റേറ്റ്. ഓക്കെ, വേറൊന്നുമല്ല, 144 Hz ആണ് ഈ സാംസങ് ഗാലക്സി S27 അൾട്രയുടെ റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സെറ്റ് അല്ലണം മക്കളെ, സെറ്റ് എന്താ പറയുക, ലൈക്ക് അടിച്ചേക്കട്ടെ. 144 Hz മറക്കരുത്. പിന്നെ ഗൈസ് ഇപ്പം ഞാൻ ഡിസ്പ്ലേ പറഞ്ഞ റിഫ്രഷ് റേറ്റും പറഞ്ഞു. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മെയിൻ ചോദ്യമായിരിക്കും, സാറേ പ്രൊസസ്സർ എന്താണ്? പ്രൊസസ്സർ ഞാൻ പറഞ്ഞുതരാം മക്കളെ. ഗൈസ്, ഈ ഫോണിൽ തന്നെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, സ്നാപ്ഡ്രാഗൺ 8 Elite Gen 6 പ്രൊസസ്സറാണ് ഗൈസ് ഈ ഫോണിൽ വന്നത്. ഓക്കെ, അത് നല്ലൊരു പ്രൊസസ്സറാണ്. നല്ലതെന്ന് പറഞ്ഞാൽ ടോപ്പ് ക്വാളിറ്റി ടോപ്പ് വേരിയൻറ്റ് പ്രൊസസ്സറാണ് ഗൈസ് ഈ സ്നാപ്ഡ്രാഗൺ 8 Elite Gen 6 പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ അടിപൊളി പ്രൊസസ്സർ തന്നെ ഉണ്ടോ? നിങ്ങൾക്ക് അറിയാല്ല, നല്ല പ്രൊസസ്സർ അല്ലേ ഇത്? നിങ്ങൾക്ക് ആ പ്രൊസസ്സർ ഇഷ്ടമാണെങ്കിൽ ഒരു ഹാർട്ട് ഇട്ടേക്ക് കമൻറ്റ് ബോക്സിൽ. ഓക്കെ, അതാണ് ഗൈസ്, അതാണ് സാംസങ് ഗാലക്സി S27 അൾട്രയുടെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സ്നാപ്ഡ്രാഗൺ 8 Elite Gen 6 പ്രൊസസ്സർ. ഓക്കെ, പിന്നെ ഗൈസ് അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ് ഗൈസ്, ഈ ഫോണിൽ തന്നെ സോഫ്റ്റ്വെയർ ആണ്. എല്ലാവരുടെയും ചോദ്യമായിരിക്കും, സോഫ്റ്റ്വെയർ എന്താണ് ഗൈസ്? ഈ ഫോണിൽ തന്നെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എന്തായിരുന്നു ഗൈസ്, ആൻഡ്രോയിഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ് ഈ പ്രാവശ്യം. ആൻഡ്രോയിഡ് 16 ഒന്നല്ല, ആൻഡ്രോയിഡ് ബേസ്ഡ് ആണ്. ആൻഡ്രോയിഡ് ബേസ്ഡ് ഓൺ എന്തായിരുന്നു One UI. ഞങ്ങളുടെ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ One UI എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയർ ആണ് ഞങ്ങൾ ഈ ഫോണിൽ കൊടുത്തേക്കുന്നത്. അത് ആൻഡ്രോയിഡ് ബേസ്ഡ് ആയിട്ട് ഞങ്ങൾ സെറ്റ് ആക്കിയിട്ടാണ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത്. ആൻഡ്രോയിഡ് ബേസ്ഡ് One UI. ഓക്കെ, അതാണ് ഗൈസ് ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. പിന്നെ ഗൈസ് അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഫോണിൻ്റെ എന്തായിരുന്നു ക്യാമറയാണ് ഗൈസ്. ക്യാമറ ക്വാളിറ്റീസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ക്യാമറ ക്വാളിറ്റീസ് ഗൈസ്, നിങ്ങൾക്കില്ലേ നല്ല കിടിലൻ ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ ഇല്ലേ ഈ ഫോണിനെ നിങ്ങൾക്ക് തന്നെ. ഓക്കെ, കാരണം കിടിലും ഫോട്ടോ എടുക്കാൻ പറ്റും. കാരണം അറിയോ ഗൈസ്, 200 മെഗാപിക്സലിൻ്റെ പ്രൈമറി റെയർ ക്യാമറയാണ് വരുന്നത്. ഓക്കെ, പിന്നെ എന്തായിരുന്നു ഗൈസ്, പിന്നെ എന്ന് പറഞ്ഞാൽ 50 MP അൾട്രാ വൈഡ് ലെൻസ് വന്നിട്ടുണ്ട്. പിന്നെ 50 MP പെരിസ്കോപ്പും വന്നിട്ടുണ്ട്.
ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഗൈസ് ഈ പ്രാവശ്യം വന്നത്. ലെൻസിൻ്റെ അവിടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഞങ്ങൾ ഈ പ്രാവശ്യം കൊടുത്തേക്കണത്. ഓക്കെ, ഇതൊക്കെയാണ് ക്യാമറയുടെ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ. നല്ല രീതി തന്നെ എന്ന് വെച്ചാൽ കിടിലൻ ക്വാളിറ്റി തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും നിങ്ങൾക്ക് നല്ല കിടിലായിട്ട് തന്നെ ക്ലാരിറ്റിയോടെ തന്നെ എടുക്കാൻ പറ്റും. അത് ഞങ്ങളുടെ സാംസങ് എന്ന് പറഞ്ഞ കമ്പനിയുടെ വാക്കാണ് മക്കളെ, വാക്ക്. ഓക്കെ, അതാണ് ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ. പിന്നെ ചാർജിങ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് വയേർഡ് ചാർജിങ് ആണ്. 2 വേരിയന്റ് അവൈലബിൾ ആണ്. 45 വാട്ടിലും അവൈലബിൾ ആണ്, 65 വാട്ടിലും അവൈലബിൾ ആണ്. ഓക്കെ, 45 വാട്ട്സ് ആൻഡ് 65 വാട്ട്സ്. ഓക്കെ, പിന്നെ ഗൈസ് എല്ലാവരും മെയിനായിട്ട് ചോദ്യമുണ്ട്, എന്താണെന്നറിയോ, മെമ്മറി ആൻഡ് സ്റ്റോറേജ് എത്ര ആയിരിക്കും ഗൈസ്. ഈ ഫോണിൽ തന്നെ മെമ്മറി ആൻഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല 12 GB ആൻഡ് 16 GB റാം. പിന്നെ 1 TB ആണ് ഗൈസ് ഈ ഫോണിൽ തന്നെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതൊക്കെ പോരെ, സമാധാനമായാ. പിന്നെ ഗൈസ് അടുത്തെന്ന് പറഞ്ഞാൽ ബാറ്ററിയാണ് ഗൈസ്. ഞങ്ങളുടെ സാംസങ് ഗാലക്സി S26 അവിടുത്തെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ്. അപ്പം ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അടുത്തത് ഞങ്ങൾ പിടിക്കുമ്പില്ലേ പുളിങ്കൊമ്പിൽ തന്നെ കയറി പിടിക്കുമെന്ന് അറിയാലോ ഞങ്ങൾക്ക്. ഞങ്ങൾ അതുകൊണ്ടില്ലേ ടോപ്പ് ലെവലിൽ തന്നെ ഞങ്ങൾ ഇറക്കി. അതിനേക്കാൾ കൂടിയ സോഫ്റ്റ്വെയർ ഞങ്ങൾ ഇറക്കിയത് ഏതാണെന്ന് അറിയോ ഗൈസ്, 5700 mAh ബാറ്ററിയാണ് വന്നേക്കുന്നത്. 5700 mAh കാർബൺ സിലിക്കോൺ കവേർഡ് ബാറ്ററിയാണ് ഗൈസ്. ഓക്കെ, കാർബൺ സിലിക്കോൺ കവേർഡ് ബാറ്ററി. ഓക്കെ, 5700 mAh ആണ് ഈ ഫോണിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ. സാംസങ് ഗാലക്സി S27 അൾട്രയുടെ ഓക്കെ ബാറ്ററി എന്ന് പറഞ്ഞാൽ. എൻ്റെ പൊന്നോ, തൊണ്ടയിലോ വെള്ളം പറ്റി. പിന്നെ ഗൈസ് ഈ ഫോണിൻ്റെ ഒപ്പം S Pen അവൈലബിൾ ആണ്. പിന്നെ ബ്ലൂടൂത്ത് സപ്പോർട്ട് ഒന്നും ചെയ്യൂല കേട്ടോ, സോറി ഗൈസ്, ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യില്ല. ഇനി ഭാവിയിൽ ഞങ്ങളുടെ ഫോണുകളിൽ ചിലപ്പോൾ S Penൽ ഞങ്ങൾ ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യിപ്പിക്കും. പക്ഷേ ഇതിൽ എന്തായാലും ബ്ലൂടൂത്ത് സപ്പോർട്ട് അല്ല ഗൈസ്. പിന്നെ ഗൈസ് അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഫോണിൽ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. സോറി ഗൈസ്, അത് ഞങ്ങൾ കൊടുത്തില്ല. സോറി, പണ്ടത്തെ ഫോണുകൾക്ക് അത് ഉണ്ടാവും സെപ്പറേറ്റ് ആയിട്ട് തന്നെ, പക്ഷെ ഞങ്ങളുടെ ഫോണിൽ അത് കൊടുത്തില്ല. നിങ്ങൾ USB Type-C അത് കുത്തിയിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് പാട്ട് വെക്കേണ്ടി വരും. അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ഹെഡ്ഫോൺ ജാക്ക് ഞങ്ങൾ ഫോണിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, പക്ഷേ ഫിംഗർ പ്രിന്റ് സെൻസറും ഉണ്ട്, പോളർ ID ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഈ പോളർ ID എന്താണ്. പോളർ ID എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഫേസ് ID ഇല്ലേ, അത് തന്നെയാണ്. ഓക്കെ, പിന്നെ ഗൈസ് എന്തായിരുന്നു ഗൈസ് അടുത്തെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഇത് ഈ ഫോണിൻ്റെ അവസാനമായിട്ടൊരു കാര്യം കൂടി പറയാൻ പറഞ്ഞു. നിങ്ങളെല്ലാവരും ചോദിക്കണ ഒരു സംഭവം, ഈ ഫോണിൻ്റെ വില എത്ര ഇരിക്കുന്നു ഗൈസ്. ഈ ഫോണിൻ്റെ വില തന്നെ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല 1,49,990 റുപ്പീസ് എന്ന് വെച്ചാൽ 10 രൂപയുടെ വ്യത്യാസം 1,50,000 പോകാൻ. ഓക്കെ, 1,50,000 കവർ ചെയ്ത് പറഞ്ഞാൽ 1,50,000 രൂപയാണ് ഗൈസ് സാംസങ് ഗാലക്സി S27 അൾട്രയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ. ഞങ്ങളുടെ കാരണം ഞങ്ങൾ ഇത്ര കിടിലൻ അഡ്വാൻറ്റേജ് ഫീച്ചേഴ്സും എല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. 5700 mAh ബാറ്ററി ഉണ്ട്. പിന്നെ ചാർജിങ് ഒക്കെ 65 വാട്ട് 45 വാട്ടിൻ്റെ ഫാസ്റ്റ് വൈഡ് ചാർജിങ് എല്ലാം ഉണ്ട്. അതൊക്കെ വളരെ അടിപൊളി കാര്യങ്ങൾ തന്നെയാണ് ഗൈസ്. എന്തായിക്കോട്ടെ, എല്ലാം അടിപൊളി. ബാറ്ററി എന്ന് പറഞ്ഞാൽ ബാറ്ററി പറഞ്ഞല്ല അത് തന്നെ. പിന്നെ ഡിസ്പ്ലേ ഒക്കെ വലിയ ഡിസ്പ്ലേ ആണ് ഞങ്ങൾ കൊടുത്തേക്കണത്. ഡൈനാമിക് LTPO AMOLED 2X ഡിസ്പ്ലേ എല്ലാം അടിപൊളിയാണ്. മെമ്മറി ആൻഡ് സ്റ്റോറേജ് ആയിക്കോട്ടെ, റിഫ്രഷ് റേറ്റ് ആയിട്ട് എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം ഞങ്ങൾ കൂടിയ സാധനം തന്നെ കൊടുത്തേക്കുന്നത്. ആൾക്കാരുടെ പൈസ പോകണേനല്ല കാര്യം, അവരത് വെച്ച് സാറ്റിസ്ഫൈഡ് ആണോ അതിലാണ് ഞങ്ങളുടെ സന്തോഷം കണ്ടെത്തുന്നത്. ഓക്കെ ഗൈസ്, അതൊക്കെയാണ് സാംസങ് ഗാലക്സി S27 അൾട്രയുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. പ്രൈസ് 1,50,000 രൂപ. ഫോൺ റിലീസ് ആവണമെന്ന് പറഞ്ഞാൽ ഫെബ്രുവരിയിലായിരിക്കും, 2027 ഫെബ്രുവരിയിലായിരിക്കും. കറക്റ്റ് റിലീസിംഗ് ഡേറ്റ് അവർ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ആ ഫോണിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വന്നൊക്കെയാണ്. ഇതൊക്കെയാണ് റൂമേഴ്സ് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്ത് വെച്ചേക്കണത്. ഓക്കെ, റൂമേഴ്സ് ഒക്കെ ഇങ്ങനെ എടുത്ത് ടോപ്പ് ഇങ്ങനെ വെച്ചേക്കണത്. ഇനി എന്തെങ്കിലും ചേഞ്ച് വരുമെന്ന് അറിയത്തില്ല. വന്നേൻ്റെ തന്നെ ചെറിയ ചേഞ്ച് ഒക്കെ വരുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും വരത്തില്ല. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. സാംസങ് ഗാലക്സി S27 അൾട്രേൻ്റെ ഫീച്ചേഴ്സും റിവ്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ എനിക്കിനി വേഗം പോകണം, ഫ്ലൈറ്റ് ഡിലേ ആണ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുടെ വീണ്ടും വരയ്ക്ക്. ഇറ്റ്സ് മീ സാവിയോ, നോ ഇറ്റ്സ് മീ സാംസങ്, അല്ല ഇറ്റ്സ് മീ സാംസങ് സൈനിങ് ഔട്ട് ഗൈസ്.